Turn with me to the book of Joshua chapter 1 verse 5. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങൾ എന്നോട് കൂടെ തിരിഞ്ഞാലും. As I was with Moses, I will be with you. ഞാൻ മോശയോട് കൂടെ ഇരുന്നതുപോലെ നിന്നോട് കൂടെയും ഇരിക്കും. This was a promise given by the Lord himself to the young leader Joshua. യഹോവയാം ദൈവം ഇസ്രായേലിന്റെ ഉയർന്നു വരുന്ന യൗവനക്കാരനായ നേതാവായ യോശുവയ്ക്ക് കൊടുത്തൊരു വാഗ്ദത്തമാണിത്. Joshua has already seen and experienced the faithfulness of God in the life of Moses. തന്റെ ഗുരുവായ മോശയുടെ ജീവിതത്തിലൂടെ ദൈവത്തിന്റെ വിശ്വസ്തതയെയും ദൈവത്തിന്റെ പ്രവൃത്തിയെയും ഇതിനോടകം തന്നെ യോശുവ കണ്ട വ്യക്തിയാണ്. And now Joshua is taken by the Lord to be the next leader of his people. തന്റെ ജനത്തെ നയിക്കുവാനുള്ള അടുത്ത നിയോഗം ദൈവത്തിൽ നിന്നും പ്രാപിച്ച ഒരു നേതാവാണ് ഇപ്പോൾ യോശുവ. Joshua had a wonderful spiritual heredity. യോശുവയ്ക്ക് അതിശയകരമായ ആത്മീക പാരമ്പര്യം അവകാശപ്പെടുവാനുണ്ട്. But he hasn't done any miracles so far. എങ്കിൽ പോലും തന്റെ ജീവിതത്തിൽ ഇതുവരെ പറയത്തക്കതായ ഒരു അത്ഭുതവും യോശുവ ചെയ്തിട്ടില്ല. When the time of Moses was over, God had chosen Joshua to be the next leader. ഈ ഭൂമിയിലെ മോശയുടെ ശുശ്രൂഷ തികഞ്ഞ ശേഷം ദൈവം തന്റെ ജനത്തെ നയിക്കേണ്ട നിയോഗം യോശുവയെ ഏൽപ്പിക്കുകയാണ്. And now God is telling to Joshua, ദൈവം യോശുവയോട് പറയുകയാണ്, Joshua, I will be with you as I was with Moses. ഞാൻ മോശയോട് കൂടെ ഇരുന്നതുപോലെ യോശുവയെ ഞാൻ നിന്നോട് കൂടെയും ഇരിക്കും. And last couple of weeks we are learning about how was God with Moses. കഴിഞ്ഞ 2 ആഴ്ചയായി നാം ചിന്തിച്ചത് ദൈവം എങ്ങനെ മോശയോട് കൂടെ മോശയുടെ ജീവിതത്തിൽ ഇരുന്നു എന്നുള്ളതാണ്. We are allowing Moses to share his testimony to us. നാം കഴിഞ്ഞ 2 ആഴ്ചകളിൽ മോശയുടെ സാക്ഷ്യം നമ്മളോട് പറയുവാനായി നാം മോശയെ അനുവദിച്ചു. If we will allow him to tell how faithful God was with him, he will say like this. മോശയുടെ ജീവിതത്തിൽ ദൈവം എത്ര ആഴത്തിൽ വിശ്വസ്തനായിരുന്നുവെന്ന് മോശയെ സാക്ഷീകരിക്കുവാൻ നാം അനുവദിക്കുകയാണെങ്കിൽ മോശ നമ്മളോട് ഇങ്ങനെ സാക്ഷീകരിക്കും. He will say that if God is with you, you will have favor even in the enemy's territory. നാം മോശയെ തന്റെ സാക്ഷ്യത്തിനായി അനുവദിക്കുകയാണെങ്കിൽ മോശ ഇങ്ങനെയാണ് പറയുക, ദൈവ സാന്നിധ്യം നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ ശത്രുവിന്റെ പാളയത്തിൽ പോലും ശത്രുവിന്റെ കണ്ണിലും ശത്രുവിന് നിന്നോട് പ്രസാദം തോന്നുവാൻ തക്കവണ്ണം ദൈവം നിന്നോട് കൂടെ ഇരിക്കും. You will have favor from your enemies. നിന്റെ ശത്രുവിന്റെ കണ്ണിൽ നിനക്ക് പ്രീതി സമ്പാദിക്കുവാൻ ഇടവരും. Secondly, if God's presence is with you, God will prepare a place in your enemy's territory. രണ്ടാമതായി മോശയ്ക്ക് പറയുവാനുള്ള ദൈവ സാന്നിധ്യം നിന്നോട് കൂടെ ഇരിക്കുന്നുവെങ്കിൽ ശത്രുവിന്റെ ദേശത്തും ശത്രുവിന്റെ മുമ്പാകെയും ദൈവം നിന്നെ മാനിക്കും. Not only he will show favor, but he will prepare a place for you in his palace. ദൈവ സാന്നിധ്യം നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ ശത്രുവിന്റെ ദൃഷ്ടിയിൽ നിനക്ക് പ്രസാദം ലഭിക്കുക മാത്രമല്ല ശത്രുവിന്റെ ദേശത്തും നിനക്ക് നിന്റേതായ ഒരു സ്ഥാനം ദൈവം ഒരുക്കി തരും. And thirdly, Moses will say, if God is with you, the rejected will become the accepted one. മൂന്നാമതായി മോശയ്ക്ക് സാക്ഷീകരിക്കുവാനുള്ളത് ദൈവ സാന്നിധ്യം നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ തള്ളപ്പെട്ട നിന്നെ അധികം താമസിയാതെ ആർ നിന്നെ തള്ളിയോ അവർ തന്നെ നിന്നെ ചേർത്തുകൊള്ളൂ. The same Moses who was rejected by his own people has come to a position where his own people will worship him and bow down before him. ഈ മോശയെ തന്നെ തന്റെ ജീവിതത്തിൽ തന്റെ സ്വന്തം ജനം തള്ളിക്കളഞ്ഞ ഒരു അവസരം ഉണ്ടായിരുന്നു. അതേ മോശയെ തന്നെ ദൈവം അഭിമുഖീകരിച്ചപ്പോൾ ദൈവ സാന്നിധ്യം ഉണ്ടായപ്പോൾ തന്നെ ആർ തള്ളിക്കളഞ്ഞോ അതേ ജനം തന്നെ ശങ്ക കൂടാതെ തന്നെ നമസ്കരിക്കുന്ന ഒരു അനുഭവം ഉണ്ടായി. We learned about these 3 things in last service. ഈ 3 കാര്യങ്ങളാണ് കഴിഞ്ഞ ആഴ്ചകളിൽ നാം പഠിച്ചത്. I would like to continue to meditate the same things this morning. ഇന്ന് പകൽക്കാലവും ഇതേ വിഷയം തന്നെ തുടർന്ന് ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. If God is with you, you can do unusual and supernatural things for the glory of God. ദൈവനാമ മഹത്വത്തിന് വേണ്ടി ദൈവ സാന്നിധ്യം നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ അമാനുഷികമായ അതീന്ദ്രിയമായ കാര്യങ്ങളെ ചെയ്തെടുക്കുവാൻ നിന്നെ കൊണ്ട് സാധിക്കും. The same Moses who went away and ran away from the presence of Pharaoh is coming back after 40 years. ഫറവോന്റെ സാന്നിധ്യത്തിൽ നിന്നും പ്രാണരക്ഷാർത്ഥം ഓടിപ്പോയ അതേ മോശ തന്നെയാണ് 40 വർഷങ്ങൾക്ക് ശേഷം ഫറവോന്റെ മുമ്പിലേക്ക് നടന്നെടുക്കുന്നത്. Now there is a difference in the life of Moses. ഇപ്പോൾ മോശയുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസമുണ്ട്. It is not the same Moses that is coming back to show his face before Pharaoh. ഫറവോന്റെ മുമ്പിലേക്ക് തിരിഞ്ഞു വന്ന് തന്നെ പ്രദർശിപ്പിക്കുന്ന മോശയല്ല പണ്ടോടിപ്പോയ മോശ. He has a different unique experience with God. ഇപ്പോൾ മോശയ്ക്ക് നിസ്തുല്യമായ തുല്യം വെക്കുവാനല്ലാത്തൊരു അനുഭവമുണ്ട്. God is with him when he came back to show himself before Pharaoh. ഫറവോന്റെ മുമ്പാകെ തന്നെ കാണിക്കേണ്ടതിനായി മടങ്ങി വരുന്ന മോശയോടുകൂടെ ദൈവത്തിന്റെ നിതാന്ത സാന്നിധ്യമുണ്ട്. When he ran away from the presence of God, God was not with Moses. ദൈവ സാന്നിധ്യത്തിൽ നിന്ന് മോശ ഓടിപ്പോയപ്പോൾ ദൈവം മോശയോട് കൂടെ ഇരുന്നിരുന്നില്ല. When Moses ran away from Pharaoh, God's presence was not with Moses.
മോശ ഫറവോന്റെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോയപ്പോൾ ദൈവസാന്നിധ്യം മോശയോട് കൂടെ ഇരുന്നിരുന്നു. But now he is coming back to the Pharaoh with the presence of God. പക്ഷേ ഇപ്പോൾ ഫറവോന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുന്ന മോശയോട് കൂടെ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. He had an encounter with God at the burning bush experience. കത്തുന്ന മുൾപടർപ്പിന്റെ അനുഭവം ഇപ്പോൾ മോശയ്ക്ക് അവകാശപ്പെടാനുണ്ട്. Now he stands before Pharaoh with authority, with anointing. ഇപ്പോൾ മോശ ഫറവോന്റെ മുമ്പാകെ നിൽക്കുന്നത് ഒരു അഭിഷേകത്തോടെയും ഒരു അധികാരത്തോടെയുമാണ്. Moses knew that he is commissioned by God to stand before Pharaoh. ഇപ്പോൾ മോശയ്ക്ക് ഒരു കാര്യം തന്റെ ഹൃദയത്തിൽ വ്യക്തമായിട്ട് അറിയാം, ദൈവത്താൽ നിയോഗിക്കപ്പെട്ട നിയോഗവുമായിട്ടാണ് താൻ ഫറവോന്റെ മുമ്പാകെ Now നിൽക്കുന്നത്. Moses can say something like this. ഇപ്പോൾ മോശയ്ക്ക് ഇങ്ങനെ ചിലത് പറയാം. Joshua, don't worry about the enemy before you. യോശുവയെ, നിന്റെ മുമ്പിലുള്ള ശത്രുവിനെ ഓർത്ത് നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല. Don't worry about the Pharaoh standing before you. നിന്റെ മുമ്പാകെ നിൽക്കുന്ന ഫറവോനെ ഓർത്ത് നീ ആകുലചിത്തനാകേണ്ട. Don't worry about the obstacles around you. നിനക്ക് ചുറ്റും ഉയർന്നു നിൽക്കുന്ന തടസ്സത്തിന്റെ മതിലുകളെ ഓർത്ത് നീ ഭാരപ്പെടേണ്ട. If God is with you, ദൈവം നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ you can do unusual and supernatural things for the glory of God. അസാധാരണമായതും അമാനുഷികവുമായ കാര്യങ്ങൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി നിനക്ക് ചെയ്തെടുക്കുവാൻ കഴിയും. Look into the miracles done by the hands of Moses. മോശയുടെ കരങ്ങളിലൂടെ ദൈവം ചെയ്തെടുത്ത അത്ഭുതങ്ങളെ നോക്കുക. None of these miracles were done to glorify his name. തന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടിയിട്ടായിരുന്നില്ല ഇതൊന്നും മോശ ചെയ്തെടുത്തത്. Moses didn't do any miracles to glorify the name of Moses. മോശയുടെ നാമത്തിന്റെ ഉയർച്ചയ്ക്കും മോശയുടെ പ്രശസ്തിക്കും വേണ്ടിയായിരുന്നില്ല ഒരൊറ്റ അത്ഭുതവും മോശ ചെയ്തത്. Moses didn't do any of these miracles so that he can have a high position among his people. തന്റെ ജനത്തിന്റെ ഇടയിൽ തനിക്ക് ഒരു ഉന്നത സ്ഥാനം ലഭിക്കേണ്ടതിന് വേണ്ടി ഒരൊറ്റ അത്ഭുതവും മോശ ചെയ്തില്ല. He did all the miracles for the glory of God. മോശ താൻ ചെയ്ത സകല അത്ഭുതങ്ങളും ദൈവനാമത്തിന്റെ ഉയർച്ചയ്ക്കും ബഹുമാനത്തിനും To വേണ്ടിയിട്ടായിരുന്നു. prove that there is a living God called Yahweh. യഹോവ എന്ന് വിളിക്കപ്പെടുന്ന ജീവനുള്ള ഒരു ദൈവമുണ്ട് എന്ന് ലോകത്തെ അറിയിക്കേണ്ടതിന് To വേണ്ടി. prove that their God is Jehovah God. തങ്ങളുടെ ദൈവമോ യഹോവയാം ദൈവമാണെന്ന് ജാതികൾ അറിയിക്കേണ്ടതിന് വേണ്ടി. So all the miracles done by Moses were for the glory of God. മോശ ചെയ്തെടുത്ത സകലമായ അത്ഭുതങ്ങളും ദൈവനാമത്തിന്റെ മഹത്വത്തിന് So the വേണ്ടിയുള്ളതായിരുന്നു. secret behind all this glory was the God's presence was with Moses. ദൈവം മോശയിലൂടെ ചെയ്തെടുത്ത സകല അത്ഭുതങ്ങളുടെയും മഹത്വത്തിന്റെയും പിന്നിലുള്ള രഹസ്യം എന്ന് പറയുന്നത് മോശയോടുകൂടെ വിട്ടുമാറാത്ത ദൈവ സാന്നിധ്യം ഉണ്ടായിരുന്നു. So when God says to Joshua, as I was with Moses, immediately Joshua knew what are the things done by his leader Moses. യഹോവയാം ദൈവം യോശുവയോട് പറഞ്ഞു, ഞാൻ മോശയോടുകൂടെ ഇരുന്നതുപോലെ നിന്നോടുകൂടെ ഇരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഒട്ടും ശങ്ക കൂടാതെ ഒട്ടും താമസം വിന ഈ സകല കാര്യങ്ങളും യോശുവയുടെ മനോമണ്ഡലത്തിലൂടെ ഓടി So മറഞ്ഞു. Joshua knew what he can do if God's presence is with him. ദൈവ സാന്നിധ്യം തന്നോട് കൂടെ ഉണ്ടെങ്കിൽ ദൈവത്തിന് തന്നിലൂടെ എന്തെല്ലാം ചെയ്തെടുക്കാമെന്ന് വ്യക്തമായി യോശുവ മനസ്സിലാക്കി. So he knew that he can do some supernatural things if God's presence is with him. ദൈവ സാന്നിധ്യം തന്നോട് കൂടെ ഉണ്ടെങ്കിൽ അമാനുഷികമായ അത്ഭുത പ്രവർത്തികൾ തന്നിലൂടെ ചെയ്തെടുക്കുവാൻ കഴിയുമെന്ന് യോശുവ മനസ്സിലാക്കി. It was that understanding and conviction that made Joshua to declare something one day. ഇത്തരമുള്ള നിസ്വാർത്ഥമായ ഉദാത്തമായ മേത്തരമായ അറിവുകളാണ് ഒരു ദിവസം അന്നുവരെ ലോകം കണ്ടിട്ടില്ലാത്ത ചില പ്രഖ്യാപനങ്ങൾ നടത്തുവാൻ യോശുവയെ പ്രാപ്തനാക്കിയത്. One day Joshua said like this. ഒരു ദിവസം യോശുവ ഇങ്ങനെയാണ് പറഞ്ഞത്, Sun, be stand still over there, and moon, stand still over here. സൂര്യ നീ അവിടെ നിൽക്കൂ, ചന്ദ്ര നീ അവിടെ നിൽക്കൂ എന്ന് ഇന്നുവരെ പറയാത്ത പ്രഖ്യാപനമാണ് യോശുവ നടത്തിയത്. What made him to say like that? എന്താണ് അങ്ങനെ പറയുവാൻ യോശുവയെ The പ്രാപ്തനാക്കിയത്? understanding and the conviction that God's presence is with him. തന്നോട് കൂടെയുള്ള ദൈവ സാന്നിധ്യത്തിന്റെ നിതാന്ത ജാഗ്രതയെ കുറിച്ചുള്ള വിട്ടുമാറാത്ത അറിവ്. So Joshua knew one thing about the presence of God from the life of Moses. മോശയുടെ ജീവിതത്തിലൂടെ ദൈവത്തിന്റെ സാന്നിധ്യത്തെ കുറിച്ച് യോശുവയ്ക്ക് ഒരു കാര്യം അറിയാമായിരുന്നു. If God's presence is with me, ദൈവ സാന്നിധ്യം എന്നോട് കൂടെ I ഉണ്ടെങ്കിൽ can do supernatural and unusual things for the glory of God. ദൈവനാമ മഹത്വത്തിന് വേണ്ടി അസാധാരണമായതും അമാനുഷികവുമായ സംഗതികൾ എന്റെ ജീവിതത്തിലൂടെ എനിക്ക് ചെയ്തെടുക്കുവാൻ കഴിയും. Dear child of God, let me tell you something. പ്രിയ ദൈവ പൈതലേ, ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ. Jesus himself has promised his eternal presence with the body of Christ. യേശു കർത്താവ് തന്നെ നമുക്കൊരു വാഗ്ദത്തം തന്നിട്ടുണ്ട്. തന്റെ നിത്യമായ സാന്നിധ്യം സഭയാം ശരീരത്തോടുകൂടെ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കും. Jesus said to the church like this. യേശു സഭയോട് ഇങ്ങനെയാണ് പറഞ്ഞത്, I am with you. ഞാൻ നിന്നോട് കൂടെയുണ്ട്. Lo, I am with you
till the end of this world. ഈ ലോകത്തിന്റെ ഈ യുഗത്തിന്റെ അവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. His eternal presence is promised to the body of Christ. സഭയാം ശരീരത്തിന് ക്രിസ്തുവിന്റെ വാഗ്ദത്തം എന്ന് പറയുന്നത് നിത്യമായ സാന്നിധ്യമാണ്. His eternal presence is promised to the children of God. ദൈവ മക്കൾക്ക് ദൈവം തന്നിട്ടുള്ള വാഗ്ദത്തമാണ് അവന്റെ നിത്യമായ സാന്നിധ്യം. So dear brother and dear sister, let me tell you something this morning. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. His presence is with you. അവന്റെ സാന്നിധ്യം നിങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ you can do unusual things. അസാധാരണമായ കാര്യങ്ങളെ നിങ്ങൾക്ക് ചെയ്തെടുക്കുവാൻ കഴിയും. You can do supernatural things. അമാനുഷികമായ കാര്യങ്ങളെ നിങ്ങൾക്ക് ചെയ്തെടുക്കുവാൻ കഴിയും. Not to have a high name for you, നിങ്ങൾക്ക് വേണ്ടി ഒരു വലിയ നാമം സമ്പാദിക്കുവാനല്ല, but for the glory of God. മറിച്ച് ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി. For the glory of God. ദൈവത്തിന്റെ മഹത്വത്തിന് So വേണ്ടി. wherever the apostles went, they did supernatural things. അപ്പോസ്തലന്മാർ എവിടെയൊക്കെ അമാനുഷികമായ പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടോ, wherever the apostles went, they did supernatural things. എവിടെയൊക്കെ കടന്നു ചെന്ന അപ്പോസ്തലന്മാർ അമാനുഷികമായ പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടോ, അപ്പോസ്തലന്മാർ കടന്നു പോയിടത്തെല്ലാം അമാനുഷികമായ പ്രവൃത്തികൾ അവർ ചെയ്തിരുന്നു. കാരണം എന്നാണെന്നറിയാമോ? ദൈവത്തിന്റെ സാന്നിധ്യം അവരോട് കൂടെ ഉണ്ടായിരുന്നു. So dear brothers and dear sisters, സഹോദരി സഹോദരന്മാരെ, we have the same promise. അതേ വാഗ്ദത്തം നമുക്കുമുണ്ട്. The promise that Jesus gave to the apostles. അപ്പോസ്തലന്മാർക്ക് യേശു കർത്താവ് നൽകിയ അതേ വാഗ്ദത്തം. That promise was not only exclusively for the apostles. യേശു കർത്താവ് കൊടുത്ത വാഗ്ദത്തം അപ്പോസ്തലന്മാരിൽ മാത്രം പരിമിതപ്പെട്ട ഒന്നല്ല. It is to the body of Christ. തന്റെ സഭയാം ശരീരത്തിന് നൽകിയ വാഗ്ദത്തമാണ്. It is to the body of Christ. സഭയാം ശരീരത്തിനുള്ള So വാഗ്ദത്തമാണ്. when you become the part and parcel of the body of Christ, നിങ്ങൾ സഭയാം ശരീരത്തിന്റെ ഒരു അവയവമായി ഒരു ഭാഗമായി തീരുന്നുവെങ്കിൽ, when you become one with Jesus Christ through baptism, യേശു ക്രിസ്തുവിനോട് ചേരുവാനായി നിങ്ങൾ സ്നാനം ഏറ്റെടുക്കുമ്പോൾ, when you become a part of the body of Jesus, സഭയാം ശരീരത്തിന്റെ യേശു ക്രിസ്തുവിന്റെ ഒരു അവയവമായി നിങ്ങൾ തീരുമ്പോൾ, you have the same promise അതേ വാഗ്ദത്തം നിങ്ങൾക്കുമുണ്ട്. that I will be with you as I was with the apostles. ഞാൻ അപ്പോസ്തലന്മാരോട് കൂടെ ഇരുന്നത് പോലെ നിങ്ങളോട് കൂടെയും ഇരിക്കുമെന്നുള്ള വാഗ്ദത്തം His നിങ്ങൾക്കും അവകാശമാണ്. presence is promised to the body. അവന്റെ വാഗ്ദത്തം അവകാശമായിട്ടുള്ളത് സഭയാം ശരീരത്തിനാണ്. His presence is promised to the children of God. അവന്റെ സാന്നിധ്യം അവൻ അവകാശമാക്കി കൊടുത്തിട്ടുള്ള തന്റെ മക്കൾക്കാണ്. You and me are the modern Joshuas in this ഈ generation. തലമുറയിൽ നിങ്ങളും ഞാനുമാണ് ആധുനിക യോശുവമാർ. And we have that promise now. നമുക്ക് ആ വാഗ്ദത്തമുണ്ട്. That I am with you. ഞാൻ നിന്നോട് കൂടെ ഇരിക്കുന്നു. I am with you. ഞാൻ നിന്നോട് കൂടെ And the ഉണ്ട്. Bible says, തിരുവചനം പറയുകയാണ്, greater is he who is in us than in the world. നമ്മോട് കൂടെ ഇരിക്കുന്നവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണെന്ന് So പറയുന്നു. because he is with us, കാരണം അവൻ നമ്മളോട് കൂടെ ഉള്ളതിനാൽ we can do unusual things. അമാനുഷികമായ കാര്യങ്ങളെ നമുക്ക് ചെയ്യുവാൻ We കഴിയും. can do supernatural things. അസാധാരണമായ സംഗതികളെ നമുക്ക് ചെയ്യുവാൻ കഴിയും. So that is that understanding and the realization that Joshua had made him to declare a supernatural statement that the world has never heard before. ഈ അറിവും ഈ ഒരു ബോധ്യവും യോശുവയ്ക്ക് വന്നപ്പോഴാണ് അന്ന് വരെ ചരിത്രം കാണാത്ത അത്യസാധാരണമായ ഒരു പ്രഖ്യാപനം നടത്തുവാൻ യോശുവയെ പ്രാപ്തനാക്കിയത്. He made the sun to stop where he was. സൂര്യൻ എവിടെയായിരുന്നുവോ അതേ സ്ഥലത്ത് തന്നെ സൂര്യനെ He നിശ്ചലമാക്കി. made the moon stop where it was. ചന്ദ്രൻ എവിടെയായിരുന്നുവോ അതേ ദിശയിൽ തന്നെ ചന്ദ്രനെ നിശ്ചലമാക്കി. An unusual thing happened. അതുവരെ ചരിത്രം കാണാത്ത അസാധാരണമായ An സംഭവം. unusual declaration from the man of God. അതുവരെ ലോകം കണ്ടിട്ടില്ലാത്ത അപൂർവമായ ഒരു പ്രഖ്യാപനം. An unusual statement by the man of God. ദൈവപുരുഷനിൽ നിന്നും അസാധാരണമായ ഒരു വിളംബരം. We can ask Joshua. നമുക്ക് യോശുവയോട് ചോദിക്കാം, Joshua, have you ever heard that your leader Moses doing such things? നീ നിന്റെ ആയുസ്സിൽ എപ്പോഴെങ്കിലും നിന്റെ ഗുരുവായ മോശ ഇപ്രകാരമുള്ള പ്രഖ്യാപനം നടത്തുന്നത് നീ കേട്ടിട്ടുണ്ടോ? Have your leader ever told you you can do these things if God's presence is with you? ദൈവസാന്നിധ്യം നിന്നോട് കൂടെ ഉള്ളതിനാൽ നിന്റെ ആത്മീക നേതാവ് ഇതുപോലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞതായി നീ കേട്ടിട്ടുണ്ടോ? No, certainly not. ഒരിക്കലുമില്ല. Then what made Joshua to declare such declaration? പിന്നെ എന്തുകൊണ്ടാണ് ഇത്രമാത്രം അപൂർവമായ അസാധാരണമായ കാര്യങ്ങളെ ചെയ്തെടുക്കുവാൻ യോശുവയെ His പ്രാപ്തനാക്കിയത്? understanding and revelation and confidence in the promises of God. ദൈവവാഗ്ദത്തങ്ങളിലുള്ള അവന്റെ ബോധ്യവും അവന്റെ അമിതമായ So ആത്മവിശ്വാസവും. dear brothers and dear sisters, let me tell you something this morning. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് പകൽക്കാലം ഞാൻ ഒരു കാര്യം If പറഞ്ഞുകൊള്ളട്ടെ. you are a child of God, നിങ്ങൾ ദൈവത്തിന്റെ ഒരു പൈതലാണെങ്കിൽ, if you are a part of the body of Christ, സഭയാം ശരീരത്തിന്റെ ഒരു അവയവമാണെങ്കിൽ, if you are redeemed by the blood of Jesus, യേശുവിന്റെ രക്തത്താൽ if വീണ്ടെടുക്കപ്പെട്ടവരാണെങ്കിൽ, you are sealed by the Holy Spirit, പരിശുദ്ധാത്മാവിനാൽ if മുദ്രയിടപ്പെട്ടവരാണെങ്കിൽ, you are waiting for the rapture, നിങ്ങൾ ഉൾപ്രാപണത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാണെങ്കിൽ, you should have an understanding about the power that God has given to you. ദൈവം നിങ്ങൾക്ക് തന്നിട്ടുള്ള നിങ്ങളിൽ ഭരമേൽപ്പിച്ചിരിക്കുന്ന അധികാരത്തെക്കുറിച്ചുള്ള വ്യക്തമായ ബോധ്യം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. You have to declare to the world now. നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ ലോകത്തോട് ഇങ്ങനെ വിളിച്ചു പറയുവാൻ കഴിയും. You can do some unusual
unusual things now. അസാധാരണമായ ചില സംഗതികളെ നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയും. You can do some supernatural things now. അമാനുഷികമായ ചില കാര്യങ്ങളെ നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യുവാൻ കഴിയും. You can say to the cancer, stop right over there. ക്യാൻസറിനോട് ഇപ്പോൾ തന്നെ വിട്ടുപോകുവാൻ നിങ്ങൾക്ക് കൽപ്പിക്കുവാൻ കഴിയും. You can tell the tumor no more growth in that person. ആ വ്യക്തിയിൽ ഇനി ട്യൂമറിന് അവകാശമില്ല എന്ന് ട്യൂമറിനോട് കൽപ്പിക്കുവാൻ നിങ്ങൾക്ക് കഴിയും. You have the power to declare such supernatural things. അത്തരം അമാനുഷികമായ ചില പ്രഖ്യാപനങ്ങൾ നടത്തുവാനുള്ള അധികാരമാണ് ദൈവം നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. You can tell your enemy no more advancement in my body. നിങ്ങൾക്ക് ഇനിയും ശത്രുവിനോട് പറയുവാൻ കഴിയും, ശത്രുവേ നിനക്ക് എന്റെ ശരീരത്തിൽ ഇനിയും അവകാശമില്ല. You can tell your enemy you have no authority and power over this land. ശത്രുവിനോട് നിങ്ങൾക്ക് പറയുവാൻ കഴിയും, ഈ ദേശത്തെ ഇനിമേൽ നിന്റെ വാഴ്ച നടക്കുകയില്ല. Dear brothers and dear sisters, സഹോദരി സഹോദരന്മാരെ, if God is with you, ദൈവം നിങ്ങളോട് കൂടെ you ഉണ്ടെങ്കിൽ can do supernatural things. അമാനുഷികമായ കാര്യങ്ങളെ നിങ്ങൾക്ക് ചെയ്യുവാൻ Look കഴിയും. into the miracles done by Moses. മോശ ചെയ്ത അത്ഭുതങ്ങളിലേക്ക് നോക്കിയാലും All of them were supernatural miracles. ചെയ്ത സകല അത്ഭുതങ്ങളും It അമാനുഷികങ്ങളായിരുന്നു. was that understanding Joshua declared this greatest statement. മോശ ചെയ്ത അത്തരം അത്ഭുതങ്ങളെ കുറിച്ചുള്ള വ്യക്തമായ ബോധ്യമായിരുന്നു ഇത്തരം പ്രസ്താവനകൾ നടത്തുവാൻ യോശുവയെ But പ്രാപ്തനാക്കിയത്. unfortunately, പക്ഷേ the നിർഭാഗ്യവശാൽ modern church, ആധുനിക സഭയ്ക്ക്, the 21st century church, 21ാം നൂറ്റാണ്ടിലെ has സഭയ്ക്ക് failed in believing the promises of God, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ അപ്പാടെ വിശ്വസിക്കുന്നതിൽ പരാജയപ്പെട്ടു പോയി. has failed in operating in the authority given to them. ദൈവം നമ്മിൽ പരമേൽപ്പിച്ചിരിക്കുന്ന അധികാരത്തെ പ്രവർത്തനക്ഷമമാക്കുന്നതിൽ നാം പരാജയപ്പെട്ടു So പോയി. this morning I would like to challenge you something. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളെ ഒരു കാര്യത്തിൽ വെല്ലുവിളിക്കുകയാണ്. Take up the authority. ആ അധികാരത്തെ ഏറ്റെടുക്കുക. Act upon the authority of God. ദൈവം നിങ്ങളിൽ തന്നിട്ടുള്ള അധികാരത്തിന് തക്കവണ്ണം പ്രവർത്തിക്കുക. God himself has told you that as I was with Moses, I will be with you. ദൈവമായ യഹോവ തന്നെയാണ് പറഞ്ഞത്, ഞാൻ മോശയോട് കൂടെ ഇരുന്നതുപോലെ നിന്നോട് കൂടെയും And ഇരിക്കുമെന്ന്. to the church he has promised like this. സഭയാം ശരീരത്തിന് ദൈവത്തിന് ഒരു വാഗ്ദത്തമുണ്ട്. Because I go to the Father, ഞാൻ പിതാവിന്റെ അടുത്തേക്ക് പോകുന്നു. I am going to send you the Holy Spirit. ഞാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങളിലേക്ക് അയച്ചു So തരും. now you can sure that my presence is with you. അങ്ങനെ നിങ്ങൾക്ക് ഒരു കാര്യം നിശ്ചയിക്കാം, എന്റെ സാന്നിധ്യം നിങ്ങളോട് കൂടെ Oh, ഉണ്ടെന്ന്. I know the presence of God because of the presence of the Holy Spirit. ദൈവത്തിന്റെ സാന്നിധ്യം എനിക്ക് ഉണ്ടെന്ന് ഞാൻ അറിയുന്നത് പരിശുദ്ധാത്മാവിന്റെ സാമീപ്യത്താലാണ്. You know I have the Holy Spirit. എനിക്കറിയാം എനിക്ക് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമുണ്ട്. Because I have the Holy Spirit, I know the presence of God is with me. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നിൽ ഉള്ളതിനാൽ ദൈവ സാന്നിധ്യം ഞാൻ നിത്യേന അനുഭവിക്കുന്നുണ്ട്. Because of the presence of the Holy Spirit is with me, or the presence of God is with me, I can do supernatural things. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം എന്റെ ഉള്ളതിനാൽ എനിക്ക് ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് അമാനുഷികമായ അത്ഭുതങ്ങളെ ചെയ്യുവാൻ കഴിയും. Only for the glory of God. ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി Only for the glory of God. ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി Underline that മാത്രം. very much. Underline that very carefully. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെ അടിവരയിടുക. All the supernatural things you do should only for the glory of God. നിങ്ങളുടെ കരങ്ങളെ കൊണ്ട് ദൈവം ചെയ്തെടുക്കുന്ന സകല മാനുഷികമായ അത്ഭുതങ്ങളും ദൈവനാമത്തിന്റെ മഹത്വത്തിന് ഒന്നിനു വേണ്ടി മാത്രമാണ്. So if God's presence is with you, you can do supernatural things. അതുകൊണ്ടൊരു കാര്യം മറക്കരുത്, ദൈവ സാന്നിധ്യം നിങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അമാനുഷികമായ അത്ഭുതങ്ങളെ ചെയ്യുവാൻ കഴിയും. Now ask Moses, what else you can tell about the presence of God in your life? നമുക്ക് വീണ്ടും മോശയോട് ചോദിച്ചു നോക്കാം, മോശയെ ദൈവ സാന്നിധ്യം നിന്നോട് കൂടെ ഉണ്ടായിരുന്നപ്പോഴൊക്കെ നീ എന്തൊക്കെയാണ് അത്ഭുതങ്ങൾ ചെയ്തത്? Tell me something more. എന്നോട് കുറെ കൂടി ആഴത്തിൽ കുറെ കൂടി അധികമായി പറയുക. Unfold the stories of God's presence in your life. നിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ദൈവ സാന്നിധ്യത്തിന്റെ കഥയെ നീ മറനീക്കി എനിക്ക് പറഞ്ഞു തരിക. Moses will tell like this. മോശ ഇങ്ങനെയാണ് എന്നോട് പറയുക, My son Joshua, എന്റെ മകനെ യോശുവയെ, if God's presence is with you, ദൈവ സാന്നിധ്യം നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ the impossible will become possible. അസാധ്യമെന്ന് നിനക്ക് തോന്നുന്ന സകലത്തിനെയും സാധ്യമാക്കി The തരും. impossible will become possible. അസാധ്യങ്ങളെ ദൈവം സാധ്യമാക്കി തരും. When God called me to set my people free, എന്റെ ജനത്തെ വിടുവിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം എന്നെ വിളിച്ചപ്പോൾ I thought it is impossible. ഞാൻ ചിന്തിച്ചത് ഇത് എന്നാൽ I അസാധ്യമാണെന്നായിരുന്നു. thought I cannot do it. ഞാൻ ചിന്തിച്ചത് എന്നെ കൊണ്ട് കഴിയുകയില്ല I എന്നായിരുന്നു. thought it is impossible task. ഞാൻ ചിന്തിച്ചത് എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഈ ലക്ഷ്യം എനിക്ക് But അസാധ്യമാണെന്നായിരുന്നു. let me tell you something. പ്രിയ മകനെ, ഞാനൊരു കാര്യം പറയട്ടെ, If God's presence is with you, ദൈവ സാന്നിധ്യം നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ the impossible will become possible. അസാധ്യങ്ങളെല്ലാം നിന്റെ മുമ്പിൽ സാധ്യമായി The തീരും. impossible will become possible. അസാധ്യങ്ങളെന്ന് നിനക്ക് തോന്നുന്ന സകലത്തിനെയും ദൈവം The സാധ്യമാക്കി world തരും. may
may say it is impossible. ഒരുപക്ഷേ ലോകം പറഞ്ഞേക്കാം ഇത് The അസാധ്യമാണെന്ന്. family may say it is impossible. നിന്റെ കുടുംബവൃത്തങ്ങൾ പറഞ്ഞേക്കാം ഇത് Your അസാധ്യമാണെന്ന്. friends may say it is impossible. നിന്റെ കൂട്ടുകാർ പറഞ്ഞേക്കാം ഇത് അസാധ്യമാണെന്ന്. The economic system may say it is impossible. നീ ആയിരിക്കുന്ന സാമ്പത്തിക വ്യവസ്ഥ പറഞ്ഞേക്കാം ഇത് അസാധ്യമാണെന്ന്. Your fellow brothers may say it is impossible. നിന്റെ കൂട്ടു സഹോദരൻ പറഞ്ഞേക്കാം ഇത് അസാധ്യമാണെന്ന്. But let me tell you something, Joshua. എന്റെ യോശുവയെ ഞാൻ ഒരു കാര്യം പറയട്ടെ. If God's presence is with you, ദൈവ സാന്നിധ്യം നിന്നോട് കൂടെ if ഉണ്ടെങ്കിൽ, God's presence is with you, ദൈവ സാന്നിധ്യം നിന്നോട് കൂടെ the ഉണ്ടെങ്കിൽ impossible will become possible. അസാധ്യങ്ങളെല്ലാം സാധ്യമായി തീരും. The impossible will become possible. അസാധ്യങ്ങളെല്ലാം സാധ്യമായി The തീരും. impossible will become possible. അസാധ്യങ്ങളെല്ലാം സാധ്യമായി Your തീരും. brothers and your sisters, പ്രിയ സഹോദരി സഹോദരന്മാരെ, if there is anything impossible before you, നിന്റെ മുമ്പാകെ എന്തെങ്കിലും അസാധ്യമായി നിലകൊള്ളുന്നുണ്ടോ? if there is anything impossible before in front of you, നിന്റെ മുമ്പാകെ എന്തെങ്കിലും അസാധ്യങ്ങളുണ്ടോ? this is what you have to do. നീ ചെയ്തെടുക്കേണ്ടത് ഇത് മാത്രമാണ്. Don't trust for any human beings. മനുഷ്യരിലാരിലും നീ ആശ്രയിക്കരുത്. Don't look for any help from any human beings. മനുഷ്യരിൽ നിന്നുള്ള ഒരു സഹായത്തിനും വേണ്ടി നീ What നോക്കരുത്. you have to do is put your trust in God നീ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. നിന്റെ ആശ്രയം ദൈവത്തിൽ വെക്കുക. and make sure that His presence is with you. അവന്റെ സാന്നിധ്യം വിട്ടുമാറാതെ നിന്നോട് കൂടെ ഉണ്ടെന്നുള്ള കാര്യത്തിൽ നീ ഉറപ്പുവരുത്തുക. Make sure that His presence is with you. അവന്റെ സാന്നിധ്യം നിന്നോട് കൂടെ ഉണ്ടെന്നുള്ളത് നീ If ഉറപ്പുവരുത്തുക. His presence is with you, അവന്റെ സാന്നിധ്യം നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ impossible will become possible. അസാധ്യങ്ങളെല്ലാം സാധ്യമായി If തീരും. you can look into the history of Moses, മോശയുടെ ചരിത്രത്തിലേക്ക് നോക്കുകയാണെങ്കിൽ, a boy who was born as a slave child, ഒരു അടിമയായി പിറന്നൊരു പൈതൽ, a boy who was stammering, വിക്കുള്ള ഒരു പൈതല്, a boy who could not even speak properly, നല്ലവണ്ണം സംസാരിക്കുവാൻ പോലും കഴിയാതിരുന്ന ഒരു കുഞ്ഞ്, a young man who ran away from the Egypt, മിസ്രയീമിൽ നിന്നും ഓടിപ്പോയ ഒരു യൗവനക്കാരൻ, who married a Gentile woman, ഒരു ജാതീയ സ്ത്രീയെ വിവാഹം കഴിച്ചൊരുത്തൻ, coming back to his own people to redeem them, തന്റെ സ്വന്തം ജനത്തിലേക്ക് മടങ്ങി വന്ന് ജനത്തെ വിടുവിക്കുവാനായി to വരുന്നു. stand before the Pharaoh. ഫറവോന്റെ മുമ്പാകെ നിൽക്കുന്നു. It is impossible. തീർത്തും അസാധ്യമായ സംഗതി. Impossible. തീർത്തും It അസാധ്യം. can never happen. ഒരിക്കലും സംഭവിച്ചുകൂടാൻ It will സാധ്യതയില്ല. never happen. അതൊരിക്കലും But സംഭവിക്കുകയില്ല. let me tell you something. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, Let the whole world say it is impossible. മുഴുലോകവും സംഭവിക്കുകയില്ല അസാധ്യമെന്ന് മുദ്ര കുത്തിയാലും, Well, even though whole world will say it is impossible, മുഴുലോകവും ഇത് അസാധ്യമാണെന്ന് പറഞ്ഞാലും, if you know that God's presence is with you, ദൈവ സാന്നിധ്യം നിന്നോട് കൂടെ ഉണ്ടെന്ന് നീ തിരിച്ചറിഞ്ഞാൽ, if you know that God is in favor of you, ദൈവത്തിന്റെ പ്രീതി നിനക്കുണ്ടെന്ന് നീ തിരിച്ചറിഞ്ഞാൽ, if you know that God is with you, ദൈവം നിനക്ക് അനുകൂലമാണെന്ന് നീ the തിരിച്ചറിഞ്ഞാൽ, impossible are going to be possible for you. അസാധ്യങ്ങളെല്ലാം നിനക്ക് വേണ്ടി സാധ്യതപ്രായമായി തീരും. Blessed be the name of Jesus. ദൈവനാമം I വാഴ്ത്തപ്പെടുമാറാകട്ടെ. can tell you hundreds and hundreds of examples. നൂറുകണക്കിന് ഉദാഹരണങ്ങൾ എനിക്ക് നിരത്തി വെക്കുവാൻ കഴിയും. Whenever I thought it is impossible, ഞാൻ എപ്പോഴൊക്കെ ഇത് അസാധ്യമാണെന്ന് ചിന്തിച്ച നിമിഷങ്ങൾ God ഉണ്ടായിരുന്നു. reminded me about His presence. ദൈവ സാന്നിധ്യത്തിലൂടെ ദൈവം എന്നെ ഒരു കാര്യം ഓർമ്മിപ്പിച്ചു. He said, I am with you. അവൻ എന്നോട് പറഞ്ഞു, ഞാൻ നിന്നോട് I കൂടെയുണ്ട്. am with you. ഞാൻ നിന്നോട് It is കൂടെയുണ്ട്. not you who is going to do it. നീയല്ല ഇത് ചെയ്തെടുക്കുവാൻ It പോകുന്നത്. is not you who are going to accomplish this. നീയല്ല ഇത് പൂർത്തീകരിക്കുവാൻ പോകുന്നത്. It is me who is going to accomplish it. ഞാനല്ലയോ ഇത് Dear പൂർത്തീകരിക്കുന്നത്. brothers and dear sisters, സഹോദരി let me സഹോദരന്മാരെ, tell you something. ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. God's presence is with you. നിങ്ങളോടുകൂടെ ദൈവ സാന്നിധ്യം ഉണ്ടെങ്കിൽ That is more than enough. അത് മതി, അത് മതി, That is more than enough. അത് മതി നിങ്ങൾക്ക്. That is more than enough. അത് നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ ഉപരിയാണ്. Then all impossible will become possible. എങ്കിൽ നിങ്ങളുടെ സകല സാധ്യങ്ങളും സാധ്യതപ്രായമായി തീരും. Let me tell you something. ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. Write down the list of impossible things in your life. നിങ്ങളുടെ ജീവിതത്തിൽ അസാധ്യമെന്ന് നിങ്ങൾ വിലയിരുത്തിയതിന്റെ ഒരു പട്ടിക തന്നെ എഴുതുക. Write down the things that people said it is impossible. നിങ്ങളുടെ ജീവിതത്തിൽ അസാധ്യമാണെന്ന് ലോകം വിധി എഴുതുന്നതിന് നിങ്ങൾ എഴുതുക. Write down the list of the things that the world said it will never happen. നിങ്ങളുടെ ചർച്ചക്കാർ ഒരിക്കലും സംഭവിക്കുകയില്ല എന്ന് മുദ്രകുത്തിയ അസാധ്യങ്ങളുടെ ഒരു പട്ടിക തയ്യാറാക്കുക. And to the end of that you can write these things. അതിന്റെ അവസാനത്തിൽ നിങ്ങൾ ഇങ്ങനെ എഴുതുക. All things are possible with my Lord Jesus Christ. എന്റെ യേശു കർത്താവിനാൽ സകല സാധ്യങ്ങളും എനിക്ക് സാധ്യമാകും. All things are possible. സകലതും എനിക്ക് He സാധ്യമാണ്. will make me to do it. അത് ചെയ്യുവാൻ അവൻ എന്നെ He will പ്രാപ്തനാക്കും. make me to do it. അത് ചെയ്യുവാൻ അവൻ എന്നെ ശക്തനാക്കും. Moses has a lot of things to tell about from his life about the presence of God. ദൈവ സാന്നിധ്യത്തെ കുറിച്ച് തന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നിരവധി കാര്യങ്ങൾ പറയുവാൻ മോശയ്ക്കുണ്ട്. Joshua again asked Moses, യോശുവ വീണ്ടും മോശയോട് ചോദിക്കുകയാണ്, Moses, മോശേ,
Tell me more about God's presence in your life. ദൈവസാന്നിധ്യത്തെക്കുറിച്ച് നിന്റെ ജീവിതത്തിൽ ദൈവസാന്നിധ്യം എപ്രകാരമായിരുന്നു എന്നതിനെക്കുറിച്ച് കുറെ കൂടി എന്നോട് പറഞ്ഞു തരിക. Tell me a little bit more. കുറച്ചുകൂടി അധികം എന്നോട് പറയുക. Because I had a promise from the Lord. കാരണം എനിക്ക് ദൈവത്തിൽ നിന്നൊരു വാഗ്ദത്തമുണ്ട്. Yes, I was with Moses, that I will be with you. ദൈവം നിന്നോട് കൂടെ ഇരുന്നത് പോലെ എന്നോട് കൂടെയും ഇരിക്കാമെന്നുള്ള വാഗ്ദത്തം എനിക്കുണ്ട്. So I would like to know what are the things God did for you. നിനക്ക് വേണ്ടി ദൈവം എന്തൊക്കെ ചെയ്തു എന്ന് അറിയുവാനുള്ള ഒരു ത്വര എനിക്കുണ്ട്. Tell me what are the other things God did for your life. ഇനിയും എന്തൊക്കെയാണ് ദൈവം നിന്റെ ജീവിതത്തിൽ ചെയ്തത് മോശെ എന്നോട് പറഞ്ഞാലും. Moses will tell like this. മോശ ഇങ്ങനെയായിരിക്കും പറയുക. Joshua, are you really interested to hear more about what the Lord has done for me? എന്റെ ജീവിതത്തിൽ ദൈവം ചെയ്തെടുത്ത കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ നീ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നുണ്ടോ? Let me tell you something. ഞാൻ നിന്നോട് ഒരു കാര്യം പറയാം. In the early days of my ministry, എന്റെ ശുശ്രൂഷയുടെ ആദ്യ നാളുകളിൽ, when I came in front of the Pharaoh to ask him, to tell him to set my people free, എന്റെ ജനത്തെ വിടുവിക്കുക എന്ന് ഫറവോന്റെ മുമ്പാകെ ഞാൻ പറയുവാനായി വന്ന എന്റെ ശുശ്രൂഷയുടെ ആദ്യ നാളുകളിൽ, one of the greatest obstacles I had to face is the witchcraft and the magicians. എനിക്ക് നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ തടസ്സം എന്താണെന്ന് അറിയാമോ? മിസ്രയീമിലെ ആഭിചാരക്കാരെയും ലക്ഷണവിദ്യകളെയുമായിരുന്നു. ആഭിചാരകന്മാരുടെയും മന്ത്രവാദികളെയുമായിരുന്നു എനിക്ക് പേടിക്കേണ്ടി വന്നത്. Whatever I do, they will duplicate. ഞാൻ എന്തൊക്കെ ചെയ്തോ അതിന് വ്യാജമായതെല്ലാം മന്ത്രവാദികൾ ചെയ്തിരുന്നു. Whatever miracle I do with the power of God, these magicians and these sorcerers, this witchcraft people will duplicate. ദൈവശക്തിയിൽ ഊന്നിക്കൊണ്ട് ഞാൻ എന്തൊക്കെ അത്ഭുതങ്ങൾ ചെയ്തോ തത്തുല്യമായി സകല അത്ഭുതങ്ങളും മന്ത്രവാദികളും അത് തന്നെ ചെയ്തിരുന്നു. But one thing the Lord taught me over there. പക്ഷേ ആ സംഭവത്തിൽ നിന്നും ഒരു കാര്യം കർത്താവ് എന്നെ പഠിപ്പിച്ചു. God's presence is with you. ദൈവ സാന്നിധ്യം നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ you can overcome the powers of witchcraft and magicians. മന്ത്രവാദികളെയും ആഭിചാരക്കാരന്റെയും ലക്ഷണവിദ്യക്കാരന്റെയും ശക്തി അതിജീവിക്കുവാൻ നിന്നെ കൊണ്ട് സാധിക്കും. You can overcome the powers of the witchcraft and magicians. മന്ത്രവാദികളെയും ആഭിചാരക്കാരുടെയും ശക്തി അതിജീവിക്കുവാൻ നിനക്ക് കഴിയും. When Moses threw the staff threw his rod on the floor, തന്റെ കയ്യിലിരിക്കുന്ന വടി മോശ നിലത്തിട്ടപ്പോൾ it became a serpent. അതൊരു സർപ്പമായി തീർന്നു. Now the magicians saw this. മിസ്രയീമിലെ മന്ത്രവാദികളും അത് തന്നെ ചെയ്തു. The witchcraft people saw this. ആഭിചാരക്കാർ ഇത് കണ്ടു. He said, "Oh, this is what you say you can do with the power of God." ഇതാണോ നീ ദൈവത്തിന്റെ ശക്തി കൊണ്ട് ചെയ്തതെന്ന് വിളക്കുന്നത്? We can also do it. ഞങ്ങൾക്കും അത് ചെയ്യാൻ They കഴിയും. also threw this rod on the floor. അവരും അവരുടെ കയ്യിലുള്ള വടിയെ നിലത്തിട്ടു. All became snakes. എല്ലാം സർപ്പങ്ങളായി തീർന്നു. I think Moses would have really got puzzled now. Lord, what is going on over here? ഞാൻ യഥാർത്ഥത്തിൽ ചിന്തിക്കുകയാണ് ആ സമയത്ത് അത്ഭുത പരതന്ത്രനായി മോശ പറഞ്ഞിട്ട്, കർത്താവേ ഇത് എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? What is going on over here? ഇവിടെ എന്താണ് കർത്താവേ സംഭവിക്കുന്നത്? Here I am coming over these people, getting the anointing and commission from the burning bush experience. Now the magicians of the Egypt is duplicating my ministry. കർത്താവേ നിന്റെ ജനത്തിന്റെ മുമ്പാകെ നീ എന്നെ നിയമിച്ച് നിയോഗിച്ചത് മുൾപടർപ്പിന്റെ കത്തുന്ന അനുഭവവും അഭിഷേകത്തിന്റെ ശക്തിയോടും കൂടിയിട്ടാണ് ഞാൻ ഇവിടെ ആയിരിക്കുന്നത്. ഇപ്പോഴിതാ അതുപോലെ തന്നെ മിസ്രയീമിലെ മന്ത്രവാദികളും ചെയ്യുന്നു. Moses was questioning and doubting things in his mind. നേരത്തേക്കെങ്കിലും തന്റെ മനോമണ്ഡലത്തിൽ സംശയങ്ങൾ ഉടലെടുക്കുകയാണ്. As he was having that doubt in his conscience, അവന്റെ ബുദ്ധിമണ്ഡലത്തിൽ ഇതുപോലുള്ള സംശയങ്ങൾ ഉടലെടുത്തിരിക്കാം. he saw his snake swallowing the snakes of the magicians. തന്റെ വടിയിട്ടപ്പോൾ തന്റെ വടി നിലത്തിട്ടപ്പോൾ ഉണ്ടായിരുന്ന പാമ്പ് മന്ത്രവാദികളുടെ മുഴുപാമ്പിനെയും വിഴുങ്ങിക്കളയുന്നത് അവൻ കണ്ടു. Then Moses knew something. ഇപ്പോൾ മോശയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. Oh, God is with me. എന്റെ ദൈവം എന്നോട് കൂടെയുണ്ട്. Truly he is with me. സത്യമായും അവൻ എന്നോട് കൂടെയുണ്ട്. God's presence is with you. ദൈവ സാന്നിധ്യം നിങ്ങളോട് കൂടെയുണ്ടെങ്കിൽ you can overcome the powers of witchcraft and magicians. ആഭിചാരക്കാരന്റെയും മന്ത്രവാദിയുടെയും ശത്രുവിനെ അതിജീവിക്കുവാൻ നിന്നെ കൊണ്ട് സാധിക്കും. നിന്റെ അടുത്ത് താമസിക്കുന്നവന് ഏത് മന്ത്രവാദിയായാലും കൊള്ളാം, ഏത് ആഭിചാരകനായാലും കൊള്ളാം, നിനക്കവനെ പേടിക്കേണ്ട ആവശ്യമില്ല. ദൈവത്തിന്റെ ശക്തി നിന്റെ മേലുണ്ടെങ്കിൽ നീ അവരെ വിഴുങ്ങുവാൻ തക്ക വേണം. ദൈവം നിന്നെ ശക്തീകരിക്കുന്ന ദൈവമാണ്. ആമേൻ. God's presence will enable you to overcome, to conquer, or to overcome the powers of witchcraft. ആഭിചാരത്തിന്റെ അന്ധകാരത്തിന്റെ ശക്തി അതിജീവിക്കുവാൻ ദൈവത്തിന്റെ സാന്നിധ്യം നിന്നെ പ്രാപ്തനാക്കും. ദൈവമക്കൾക്ക് ദൈവത്തെക്കാൾ കൂടുതൽ പേടി പിശാചിനെ മന്ത്രവാദികളെയാണെന്ന് തോന്നുന്നു ഇന്നത്തെ കാലത്ത്. ചില വീട്ടിൽ എന്നും ഉപവാസമാണ്. കാര്യം എന്നാ? ദൈവത്തെ പ്രസാദിപ്പിക്കാനല്ല, പിശാചിനെ ഓടിക്കാൻ വേണ്ടിയിട്ടാ. 30, 40, 21, 7, 3 ഇങ്ങനെ നടക്കുക. എന്തോത്തിനായത്? ദൈവത്തെ പ്രസാദിപ്പിക്കാനാണോ? അല്ലല്ല, ബാധ ഒഴിവാക്കാൻ.
Let me tell you, ഞാൻ ഒരു കാര്യം നിന്നോട് പറയട്ടെ, ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നീ ഒഴിവാക്കാൻ വേണ്ടി ഒന്നും ചെയ്യണ്ട. നിനക്ക് അവനെ ചതിക്കും, നിനക്ക് അവനെ ചവിട്ടി മതിക്കുവാൻ ദൈവം നിനക്ക് അധികാരം നൽകി തന്നിരിക്കുകയാണ്. ഞാൻ പറയാം, ഏറ്റവും കൂടുതൽ പിശാച് ദേഷ്യപ്പെടുന്നെങ്കിൽ എന്നോട് വേണം ദേഷ്യപ്പെടാനായിട്ട്. എത്ര എണ്ണത്തെ അവിടെ പിടിച്ച് കെട്ടിയേക്കുന്നത്, എത്ര എണ്ണത്തെ അവിടുന്ന് ഒഴിച്ചിറക്കി കളഞ്ഞത്, എത്ര എണ്ണത്തിന്റെ ബാധ അവിടുന്ന് ഇറക്കി കളഞ്ഞത്, എത്ര പിശാചുകളെ അവിടെ ഇറക്കി, ഇവനെല്ലാം കൂടെ ഇറങ്ങി. എനിക്ക് ഒരു പേടിയില്ല. അതിന്റെ തെളിവാണല്ലോ 3 ചൗക്കയുടെ മുമ്പിലാണ് ഞാൻ താമസിക്കുന്നത്. ചിലക്ക് ചൗക്കയുടെ അടുത്തൂടെ പോകാൻ പേടിയാ. If God's presence is with you, ദൈവസാന്നിധ്യം നിങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ, God's presence is with you, ദൈവസാന്നിധ്യം നിങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ, God's presence is with you, ദൈവസാന്നിധ്യം നിങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ, Moses will say like this, മോശയ്ക്ക് ഇങ്ങനെയാണ് പറയുവാനുള്ളത്, you can overcome the powers of witchcraft and magicians. ആഭിചാരക്കാരന്റെയും മന്ത്രവാദിയുടെയും ശക്തി അതിജീവിക്കുവാൻ അത് നിന്നെ പ്രാപ്തനാക്കും. Hallelujah. 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 You can overcome the powers of magicians and witchcraft. ആഭിചാരക്കാരന്റെയും മന്ത്രവാദിയുടെയും ശക്തി അതിജീവിക്കുവാൻ അത് നിന്നെ യോഗ്യനാക്കും. Oh, Joshua got so excited. ഇപ്പോൾ യോശുവ അങ്ങേയറ്റം ആവേശത്തിമിർപ്പിലാണ്. He said, okay, tell me more. Moses, tell me more. What else you have to tell us about the presence of God? അവനിപ്പോൾ മോശയോട് പറയാനുള്ളത്, മോശയെ പറയൂ, കുറെ കൂടി എന്നോട് പറഞ്ഞാട്ടെ. Are you willing to hear more about God's presence in your life? നിന്റെ ജീവിതത്തിലെ ദൈവസാന്നിധ്യത്തെ കുറിച്ച് നീ കേൾക്കുവാൻ നീ ഇനിയും താല്പര്യനാണോ? Let's ask Moses. Joshua is asking Moses, tell us more about God's presence. യോശുവ ഇപ്പോൾ ചോദിക്കുകയാണ്, മോശയെ കുറെ കൂടി ആഴത്തിൽ ദൈവസാന്നിധ്യത്തെ കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നു. Tell us more about God's presence. കുറെ കൂടി ദൈവസാന്നിധ്യത്തെ കുറിച്ച് എന്നോട് പറഞ്ഞു. Because I have a promise from the Lord. കാരണം എന്താണെന്ന് അറിയാമോ, എനിക്ക് ദൈവത്തിൽ നിന്ന് ഒരു വാഗ്ദത്തം. As I was with Moses, that I will be with you. ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെ ഇരിക്കുമെന്നുള്ള വാഗ്ദത്തം എനിക്കുണ്ട്. So I want to know more about what God's presence in your life. അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ നീ അനുഭവിച്ചറിഞ്ഞ ദൈവസാന്നിധ്യത്തെ കുറിച്ച് എനിക്ക് അറിയണം. Then Moses said to Joshua, അങ്ങ് ആ സമയത്ത് മോശ യോശുവയോട് പറയുകയാണ്, യോശുവയെ, let me tell you something more. ഞാൻ നിന്നോട് ഒരു കാര്യം പറയട്ടെ. If God's presence is with you, ദൈവസാന്നിധ്യം നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ, you can have victory over every plans of the enemy. ശത്രുവിന്റെ സകല പദ്ധതികളുടെ മേലും നിനക്ക് ജയം കൊള്ളുവാൻ കഴിയും. Every plans of the enemy. സകല പദ്ധതികളുടെ മേലും. Every plans of the enemy. ശത്രുവിന്റെ സകല പദ്ധതികളുടെ മേലും. The enemy first sent the magicians and the witchcraft against Moses. ആദ്യമായി ശത്രു മോശയ്ക്കെതിരെ വിട്ടത് ആഭിചാരക്കാരെയും മന്ത്രവാദികളെയുമായിരുന്നു. Then enemy hardened the heart of Pharaoh. രണ്ടാമതായി ശത്രു ചെയ്ത് ഫറവോന്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തുകയായിരുന്നു. Then the Red Sea before the Israelites and Moses. മൂന്നാമതായി കൊണ്ടുവന്ന പ്രതിബന്ധം എന്ന് പറയുന്നത് മോശയുടെയും ഇസ്രായേൽ ജനത്തിന്റെയും മുമ്പാകെ ചെങ്കടലിനെയായിരുന്നു. Then Mara, the bitter experiences. അതിനുശേഷം ശത്രുവായവൻ കൊണ്ടുവന്നത് കൈപ്പേറിയ മാറയുടെ അനുഭവമായിരുന്നു. You know, because God's presence was with Moses. പക്ഷേ ദൈവ സാന്നിധ്യം മോശയോട് കൂടി ഇരുന്നതിനാൽ Moses was able to have victory over all these schemes of the enemy. ശത്രുവിന്റെ സകല പദ്ധതികളുടെ മുമ്പാകെ സമ്പൂർണ്ണ ജയം കൊള്ളുവാൻ ദൈവ സാന്നിധ്യം മോശയെ പ്രാപ്തനാക്കി. Every plans of the enemy. ശത്രുവിന്റെ സകല പദ്ധതികളെയും. That's what the Bible said. അതുകൊണ്ടാണ് തിരുവെഴുത്ത് ഇങ്ങനെ പറയുന്നത്, my presence is with you. എന്റെ സാന്നിധ്യം നിന്നോട് കൂടെയുണ്ട്. No weapon shall prosper against you. ഒരായുധവും നിനക്കെതിരായി ഫലിക്കുകയില്ല. No weapon shall prosper against you. ഒരായുധവും നിനക്കെതിരായി ഫലിക്കുകയില്ല. No weapon shall prosper against you. ഒരായുധവും നിനക്കെതിരായി ഫലിക്കുകയില്ല. Moses ends his story as a victorious man. മോശ തന്റെ ജീവിതത്തിന് അവസാനം കുറിച്ചത് വിജയാളിയായ ഒരു മനുഷ്യനായിട്ടാണ്. And God honored him. ദൈവം അവനെ ആദരിച്ചു. And that's why God said to the next generation, അതുകൊണ്ടാണ് അടുത്തൊരു തലമുറയെ ദൈവം ഉയർത്തിയത്. God said to the next generation, അതുകൊണ്ടാണ് അടുത്ത തലമുറയോട് ദൈവം പറഞ്ഞത്, as I was with Moses, I will be with you. ഞാൻ എൻ്റെ ദാസനായ മോശയോട് കൂടെ ഇരുന്നത് പോലെ ഞാൻ നിന്നോട് കൂടെയും ഇരിക്കും. Dear brothers and dear sisters, സഹോദരി സഹോദരന്മാരെ, if God is with you, ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ you will have favor even from your enemies. നിന്റെ ശത്രുവിന്റെ കണ്ണിൽ പോലും നിനക്ക് പ്രീതി സമ്പാദിക്കുവാൻ കഴിയും. God will prepare a place in your enemy's territory. ശത്രുവിന്റെ ദേശത്ത് പോലും ദൈവം നിനക്ക് ഒരു സ്ഥാനത്തെ ഒരുക്കി തരും. The rejected will become the accepted one. ഒരു കാലത്ത് നിന്നെ തള്ളിക്കളഞ്ഞവർ വർദ്ധിതാവേശത്തോടെ നിന്നെ ചേർത്തുകൊള്ളും. You can do unusual and supernatural things for the glory of God. ദൈവനാമ മഹത്വത്തിന് വേണ്ടി അസാധാരണവും അമാനുഷികവുമായ സംഗതികളെ നിന്റെ കൈകളെ കൊണ്ട് ദൈവം ചെയ്തു തരും. The impossible will become possible. അസാധ്യമെന്ന് നിനക്ക് തോന്നുന്നത് ദൈവം സാധിപ്പിച്ചു തരും. You can overcome the powers of the witchcraft and magicians. ആഭിചാരക്കാരന്റെയും മന്ത്രവാദിയുടെയും ശത്രുവിനെ നിനക്ക് അതിജീവിക്കുവാൻ കഴിയും. And you will have victory over the plans of enemy. ശത്രുവിന്റെ സകല പദ്ധതിയുടെ മേലും നിനക്ക് ജയം
കൊള്ളുവാൻ കഴിയും. Joshua, യോശുവയെ, this is what I did for Moses. ഇതായിരുന്നു ഞാൻ മോശയ്ക്ക് വേണ്ടി ചെയ്തു കൊടുത്തത്. This is what I am going to do for you also. അത് തന്നെയാണ് എനിക്ക് നിങ്ങൾക്കും ചെയ്യുവാനുള്ളത്. Church, പ്രിയ സഭയെ, this is what I did for the first century church. ഞാൻ ആദിമ സഭയ്ക്ക് ചെയ്തത് ഇത് തന്നെയാണ്. Church, പ്രിയ സഭയെ, 20th century church, 21st century church. 21ാം നൂറ്റാണ്ടിലെ സഭയെ, This is what I did for the first century church. ആദ്യ നൂറ്റാണ്ടിലെ സഭയ്ക്ക് വേണ്ടി ഞാൻ ചെയ്തത് അതാണ്. I am going to do the same with you. അതെ, അത് തന്നെ ഞാൻ നിങ്ങൾക്കും ചെയ്യുവാൻ I am going to പോകുന്നു. repeat the same things for you. അത് തന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആവർത്തിക്കുവാൻ You will പോകുന്നു. have victory over every plans of enemy. ശത്രുവിന്റെ സകല പദ്ധതിയുടെ മേലും നിനക്ക് ജയം കൊള്ളുവാൻ Every കഴിയും. plans of the enemy. സകല പദ്ധതിയുടെ മേലും. So cheer up, dear brother. അതുകൊണ്ട് പ്രിയ സഹോദരാ, ധൈര്യപ്പെടൂ. Cheer up, dear sister. പ്രിയ സഹോദരി, ധൈര്യപ്പെടൂ. God is with you. ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. God is with you. ദൈവം നിങ്ങളോട് God കൂടെയുണ്ട്. is with you. ദൈവം നിങ്ങളോട് His കൂടെയുണ്ട്. presence is with you. അവന്റെ സാന്നിധ്യം He നിങ്ങളോട് is കൂടെയുണ്ട്. living in you. അവൻ നിങ്ങളിലാണ് He is അധിവസിക്കുന്നത്. walking with you. നീ അവനോട് കൂടെയാണ് നടക്കുന്നത്. He is walking with you. അവൻ നിന്നോട് കൂടെ നടക്കുന്നു. Then why are you afraid? പിന്നെ എന്തിനാ നീ ആകുലചിത്തരാകുന്നത്? Why are you downcast? എന്തുകൊണ്ടാണ് ഇത്രമാത്രം നീ വിഷാദയാകുന്നത്? Dear brothers, know who you are with you. പ്രിയ സഹോദരി സഹോദരൻ, ഒരു കാര്യം നീ തിരിച്ചറിഞ്ഞിരിക്കണം, നിന്നോട് കൂടെ ആരാണുള്ളത്. Raise up your head. നിങ്ങളുടെ തലകളെ ഉയർത്തിയാൽ. Cheer up, dear brother and dear sister. പ്രിയ സഹോദരി സഹോദരന്മാരെ, ധൈര്യപ്പെട്ടാൽ. Tell to the world, ലോകത്തോട് വിളിച്ചു പറയൂ, no weapon shall prosper against me. ഒരായുധവും എനിക്കെതിരായി ഫലിക്കുകയില്ല. The magicians are going to be ashamed before you. നിനക്ക് മുമ്പാകെ മന്ത്രവാദികൾ ലജ്ജിച്ച് തലതാഴ്ത്തുവാൻ All the പോകുകയാണ്. witchcraft people are going to be ashamed before you. ആഭിചാരത്തിന്റെ ശക്തികൾ ഒന്നൊഴിയാതെ നിനക്ക് മുമ്പിൽ You പരാജയപ്പെടുകയാണ്. are going to be victorious. നീ ജയാളിയായി തീരുവാൻ You are പോകുകയാണ്. more than a നീ conqueror. ജയാളിയിലും അധികമായി Because തീരും. God is with you. കാരണം അറിയാമോ, ദൈവം നിന്നോട് കൂടെയുണ്ട്. Rise up. തല ഉയർത്തിയാലും Rise up. ഉയർത്തെഴുന്നേൽ. Rise up. Stand up, dear brothers. പ്രിയ സഹോദരി സഹോദരന്മാരെ, എഴുന്നേൽക്കുക. Victory belongs to us. വിജയം നിങ്ങൾക്കുള്ളതാണ്. Amen. ആമേൻ. David says like this. ഒരിക്കൽ ദാവീദ് ഇങ്ങനെയാണ് പറഞ്ഞത്, Even though I walk through the valley of death, മരണനിഴലിൻ താഴ്വരയിൽ കൂടി ഞാൻ നടക്കേണ്ടി വന്നാലും I will not fear anything. ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. I have a table on the other end of this valley. കാരണം ഈ താഴ്വരയുടെ അപ്പുറത്ത് എനിക്ക് വേണ്ടി ദൈവം ഒരു മേശ He will ഒരുക്കിയിട്ടുണ്ട്. anoint my oil. He will anoint my head with oil. എന്റെ തലയെ അവൻ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്തിട്ടുണ്ട്. Surely goodness and mercy shall follow me. നിശ്ചയമായും അനുഗ്രഹവും നന്മയും കരുണയും ആയുഷ്കാലം ഒക്കെയും എന്നെ അനുഗമിക്കും. Not fear and pain. ഒരിക്കലും ഭയവും വേദനയുമല്ല. There are some people, Psalm says like that. ചിലർ അങ്ങനെയാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞതെന്നാണ് പറയുന്നത്. Some people, Psalms say like that. ചിലരുടെ സങ്കീർത്തനങ്ങളൊക്കെ അങ്ങനെയാണ്. ദുഃഖവും വേദനയും എന്നെ പിന്തുടരും. ഞാൻ ദൈവം ഇതിലൊക്കെയാ, പക്ഷേ fear and pain, ദുഃഖവും വേദനയും it's always behind me. എല്ലായ്പ്പോഴും എന്റെ പുറകിലുണ്ട്. Pastor, you don't know my situation. പാസ്റ്ററേ, നിങ്ങൾക്കറിയില്ല എന്റെ അവസ്ഥ. Always pain, എല്ലായ്പ്പോഴും വേദന, always fear. എല്ലായ്പ്പോഴും ഭയം തന്നെ. But David says, പക്ഷേ ദാവീദ് പറഞ്ഞു, even though I am walking through the valley of death, മരണനിഴലിൻ താഴ്വരയിൽ കൂടെയാണ് ഞാൻ നടക്കേണ്ടി വന്നതെങ്കിൽ പോലും goodness and mercy are following me. നന്മയും കരുണയും എന്നെ പിന്തുടരും. എന്റെ പിന്നാലെ വരുന്ന നന്മയും കരുണയുമാ. Amen. So if God's presence is with you, ദൈവ സാന്നിധ്യം നിങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ, why are you afraid this morning? എന്തുകൊണ്ടാണ് പകൽക്കാലം നിങ്ങൾ ഭയചകിതരാകുന്നത്? I have no fear. എനിക്കൊരു ഭയവുമില്ല. I have no tension. എനിക്കൊരു പിരിമുറുക്കവുമില്ല. I am no afraid of anything. എനിക്കൊന്നിനെ കുറിച്ച് ഞാൻ ഭാരപ്പെടുന്നു. You know why? നിങ്ങൾക്കറിയാമോ? I know His presence is with me. ഒരു കാര്യം എനിക്ക് എന്റെ ഹൃദയത്തിൽ അറിയാം, അവന്റെ സാന്നിധ്യം എന്നോട് കൂടെയുണ്ട്. I know that He is in me. എനിക്കറിയാം അവൻ എന്നിലാണ് അധിവസിക്കുന്നത്. I know that I am in Him. എനിക്കറിയാം ഞാൻ അവനിലാണ് ആയിരിക്കുന്നത്. I am covered by Him. ഞാൻ അവനാൽ ചുറ്റപ്പെട്ടിരിക്കുകയാണ്. I am protected by Him. ഞാൻ അവനാൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. So Moses is encouraging Joshua from his own life. തന്റെ സ്വന്തം ജീവിതത്തിൽ നിന്നും അനുഭവങ്ങളെ പകർന്നുകൊണ്ട് മോശ യോശുവയെ ബലപ്പെടുത്തുകയാണ്. So when God said Joshua that I will be with you as I was with Moses, that was enough for Joshua to take up the mantle and lead the people. ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ യോശുവയെ നിന്നോട് കൂടെ ഇരിക്കുമെന്നുള്ള വാഗ്ദത്തം ദൈവത്തിൽ നിന്നും കേട്ടപ്പോൾ ആ ഒരൊറ്റ ദൂത് മതിയായിരുന്നു അടുത്ത തലമുറയെ നയിക്കുവാനുള്ള അഭിഷേകവുമായി മുമ്പോട്ട് പോകുവാൻ. That was more than enough for me to take the challenge and lead my people. എന്റെ ജനത്തെ നയിക്കുവാനും എന്റെ മുമ്പാകെയുള്ള വെല്ലുവിളികൾ ഏറ്റെടുക്കുവാനും ഞാൻ ആഗ്രഹിച്ചതിനേക്കാളും ഉപരിയായി എനിക്ക് ഈ വാഗ്ദത്തം മാത്രം മതി. It's not easy to be a pastor. ഒരു churches like this.
ഇതുപോലുള്ള ഒരു സഭയുടെ ഇടയനായിരിക്കുക എന്നുള്ളത് നിസാരമായ ലളിതമായ It's ഒന്നല്ല. not easy to lead a ministry like this. ഇതുപോലൊരു ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുക എന്നുള്ളത് നിസാരമായ ഒന്നല്ല. But I enjoy it. പക്ഷെ ഞാനത് ആസ്വദിക്കുകയാണ്. Why? എന്തുകൊണ്ട്? Because I know His presence every കാരണം day. അവന്റെ സാന്നിധ്യം ദിവസേന ഞാൻ അനുഭവിക്കുന്നു. When I am weak, He is ready to strengthen ഞാൻ me. ബലഹീനനായിരിക്കുമ്പോൾ അവൻ എന്നെ When ബലപ്പെടുത്തുന്നു. my pocket is empty, He will release His blessings to me. എന്റെ കീശ കാലിയായിരിക്കുമ്പോൾ അവൻ എന്നെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. Hallelujah. 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 And He has given me this promise. ഈ വാഗ്ദത്തം അവൻ എനിക്ക് തന്നിട്ടുണ്ട്. As I was with Moses, ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ I will be with you. ഞാൻ നിന്നോട് കൂടെയും This morning, ഇന്ന് പകൽക്കാലം I give this promise to you. ഞാൻ അതേ വാഗ്ദത്തം നിങ്ങൾക്ക് തരികയാണ്. That God gave to me and to Joshua. ദൈവം എനിക്കും യോശുവയ്ക്കും തന്ന വാഗ്ദത്തം, Same promise, അതേ വാഗ്ദത്തം I impart to you. ഞാൻ നിങ്ങളിലേക്ക് I പകരുകയാണ്. pass on to you. ഞാൻ നിങ്ങളിലേക്ക് കൈമാറുകയാണ്. As He was with Moses, He will be with us. ദൈവം മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെയും ഇരിക്കും. Let's all stand in the presence of God. നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് Let's നിൽക്കാം. believe what He said this morning. ഇന്ന് പകൽക്കാലം അവൻ നമ്മളോട് പറഞ്ഞതിന് ഉറച്ചു വിശ്വസിക്കുക. Lord, I believe that You are with me. കർത്താവേ, അങ്ങ് ഞങ്ങളോട് കൂടെ ഉണ്ടെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. And also You told me that You will never leave me nor forsake me. ഒരു നാളും ഞങ്ങൾ ഉപേക്ഷിക്കുകയില്ല, കൈവിടുകയില്ല എന്ന് അങ്ങ് പറഞ്ഞത് ഞങ്ങൾ വിശ്വസിക്കുന്നു. Never കർത്താവേ, ever You will leave me. ഒരിക്കലും അങ്ങ് ഞങ്ങളെ Even ഉപേക്ഷിക്കുകയില്ല. if I have to walk through the valleys, You will be with me. ഞങ്ങൾ മരണനിഴൽ താഴ്വരയിൽ കൂടെ ആണെങ്കിലും അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ Lord, I believe it. കർത്താവേ, ഞങ്ങളത് ഉറച്ചു വിശ്വസിക്കുന്നു. Because we believe that, ഞങ്ങളത് വിശ്വസിക്കുന്നതിനാൽ we are going to declare something. ഞങ്ങൾക്ക് അമാനുഷികമായി ചിലത് പ്രഖ്യാപിക്കുവാൻ കഴിയും. Just like Joshua declared, നിന്റെ ദാസനായ യോശുവ പറഞ്ഞതുപോലെ we are telling something this morning. ഇന്ന് പകൽക്കാലം ഞങ്ങളും ചിലത് പറയുകയാണ്. Some supernatural things are going to happen. ചില അമാനുഷികമായ സംഗതികൾ സംഭവിക്കുവാൻ Some unusual things are going to happen. അസാധാരണമായ ചിലത് സംഭവിക്കുവാൻ Till I get my victory, no one will move. Till I get my victory, no one will ഞാൻ move. എന്റെ വിജയത്തെ പ്രാപിക്കുവോളം ഒരു മനുഷ്യനും ചലിച്ചു പോകരുത്. Till what God has promised to me, nobody is going to move their fingers. Amen. ദൈവം എനിക്ക് വേണ്ടി തന്ന വാഗ്ദത്തത്തെ ഞങ്ങൾ പ്രാപിക്കുവോളം ഒരു വ്യക്തി പോലും തന്റെ വിരൽ പോലും അനക്കുവാൻ In സാധിക്കില്ല. the name of Jesus. യേശുവിന്റെ In നാമത്തിൽ. the name of Jesus. യേശുവിന്റെ Those നാമത്തിൽ. Lord, supernatural things happen in your life. അമാനുഷികമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. Lord, supernatural things happen in your life. കർത്താവേ, അമാനുഷികമായ കാര്യങ്ങൾ സംഭവിക്കട്ടെ. Right now. ഇപ്പോൾ തന്നെ. In the name of Jesus. യേശുവിന്റെ We നാമത്തിൽ. declare something ഞങ്ങൾ supernatural. അമാനുഷികമായ ഒന്ന് പ്രഖ്യാപിക്കുന്നു. We declare miracles in this church. ഈ സഭയിൽ ഞങ്ങൾ അത്ഭുതങ്ങളെ പ്രഖ്യാപിക്കുന്നു. Financial miracles. സാമ്പത്തികമായ അത്ഭുതങ്ങൾ. Financial miracles. സാമ്പത്തികമായ അത്ഭുതങ്ങൾ. Miracles in the relationship. ബന്ധങ്ങളിലുള്ള അത്ഭുതങ്ങൾ. Relation in the property they have to get. സ്വത്തുക്കളോടുള്ള ബന്ധത്തിലുള്ള അത്ഭുതങ്ങൾ. The miracles in the children's life. മക്കളോടുള്ള ബന്ധത്തിലുള്ള അത്ഭുതങ്ങൾ. Miracles in giving childbirth. കർത്താവേ, മക്കളെ കൊടുക്കുവാനുള്ള അത്ഭുതങ്ങൾ. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ. Let the closed doors be opened. അടഞ്ഞിരിക്കുന്ന വാതിലുകൾ തുറക്കട്ടെ. Let some open doors be closed. തുറന്നിരിക്കുന്ന വാതിലുകൾ Healing take place. ഒരു സൗഖ്യം സ്ഥാനം പിടിക്കട്ടെ. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ. Hallelujah. Hallelujah. Amen. Amen. Amen.